ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് ലേൺ വിത്ത് ആവശ്യയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫെയർ സെഷനിൽ ഒരുപാട് നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല. ഒരു വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപയാണ് സ്കോളർഷിപ്പ്. ഒരു വർഷത്തേക്ക് പ്രതിമാസം 1000 രൂപയാണ് സ്കോളർഷിപ്പ്. ഇതൊരു സർക്കാർ സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല. അടുത്ത ചോദ്യം, നേപ്പാളിനെ 7 വിക്കറ്റിന് വീഴ്ത്തി കാഴ്ചാപരിമിതരുടെ ആദ്യ വനിതാ T20 ലോകകപ്പ് നേടിയത് ഇന്ത്യ. നേപ്പാളിനെ 7 വിക്കറ്റിന് വീഴ്ത്തി കാഴ്ചാപരിമിതരുടെ ആദ്യ വനിതാ T20 ലോകകപ്പ് നേടിയത് ഇന്ത്യ നേപ്പാളിനെയാണ് തോൽപ്പിക്കുന്നത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യത്തിലെ വ്യക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് ഉത്തരവിട്ട 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് BR ഗവായ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് ഉത്തരവിട്ട 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് BR ഗവായ്. ഇങ്ങനെയൊരു ഉത്തരവിടുന്നത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയിലെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് BR ഗവായ്. എന്നാൽ ജസ്റ്റിസ് BR ഗവായിയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ആരാണ് ജസ്റ്റിസ് BR ഗവായ്? അദ്ദേഹം നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ നവംബർ 24, അതായത് ഇന്ന് അദ്ദേഹം വിരമിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വരുന്നു, 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ അത് BR ഗവായി ആണ്, ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ്. എന്നാൽ ഇന്ന് അദ്ദേഹം വിരമിച്ച് അദ്ദേഹത്തിന് പകരമായി വരാൻ പോകുന്നത്, അതായത് പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷകളിൽ ആരാണ് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അതുപോലെ ചോദ്യം ഇങ്ങനെ വന്നാൽ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാലും അത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. നിലവിലെ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് BR ഗവായ്, ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, മനസ്സിൽ വെക്കുക. അടുത്ത ചോദ്യം, സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ 18നും 52നും ഇടയിലുള്ള എല്ലാ വനിതാ ജീവനക്കാർക്കും ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനമാണ് കർണാടക. സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ 18നും 52നും ഇടയിലുള്ള എല്ലാ വനിതാ ജീവനക്കാർക്കും ആർത്തവ അവധി അനുവദിച്ച സംസ്ഥാനമാണ് കർണാടക. ഓർത്തു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയവും നെതർലാൻഡുമാണ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയവും നെതർലാൻഡുമാണ് 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. നമുക്കറിയാം, ഷെഫാലി വർമ്മ എന്ന് പറയുന്നത് ക്രിക്കറ്റ് താരമാണ്. നമ്മുടെ വനിതാ ലോകകപ്പിലൊക്കെ വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു ക്രിക്കറ്റ് താരമാണ് ഷെഫാലി വർമ്മ. ആ ഷെഫാലി വർമ്മയാണ് ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയാകുന്നത്. ഓക്കെ. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായ രാജ്യമാണ് ഇന്ത്യ. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 2025 ഏഷ്യ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസെറ്റ് തീം പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് IIT ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജെൻസെറ്റ് തീം പോസ്റ്റ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ IIT ഡൽഹിയിലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ ഉദ്ഘാടനം നടന്നതും അവിടെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ജെൻസെറ്റ് തീം പോസ്റ്റ് ഓഫീസ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജെൻസെറ്റ് തീം പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് IIT ഡൽഹിയിലാണ്. അപ്പോൾ അവിടെ തന്നെയാണ് പ്രവർത്തനം ആരംഭിച്ചതും. ക്രൂ ചേഞ്ചിങ് അനുമതിക്കുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം.
ക്രൂ ചേഞ്ചിങ് അനുമതിക്കുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയമാണ് കലിംഗ സ്റ്റേഡിയം, ഭുവനേശ്വർ, ഒഡീഷ. ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കലിംഗ സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? അത് കലിംഗ സ്റ്റേഡിയമാണ്. അത് എവിടെയാണ്? അത് ഭുവനേശ്വറിലാണ്, ഒഡീഷയിലെ ഭുവനേശ്വറിൽ. അടുത്ത ചോദ്യം, 2025 നവംബറിൽ മെറ്റ സൂപ്പർ ഇൻ്റലിജൻസ് ലാബിൻ്റെ തലവനായി നിയമിതനായ 28-കാരനാണ് അലക്സാണ്ടർ വാങ്. 2025 നവംബറിൽ മെറ്റ സൂപ്പർ ഇൻ്റലിജൻസ് ലാബിൻ്റെ തലവനായി നിയമിതനായ 28-കാരനാണ് അലക്സാണ്ടർ വാങ്. ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഭാരത് നെറ്റ് ആദ്യമായി നടപ്പിലാക്കുന്നത് പഞ്ചാബിലാണ്. അപ്പോൾ ഭാരത് നെറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ സംരംഭമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതി. പാഠപുസ്തകങ്ങളിലെ വിഷയങ്ങളിൽ തൊഴിൽ പരിശീലനം കൂടി നൽകുന്ന പദ്ധതിയാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതി. 2025 ഏഷ്യ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് തായ്ലൻഡ്. 2025 ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് തായ്ലൻഡ്. തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 10 വിഭാഗത്തിൽ ചാമ്പ്യനായത് ദിവി ബിജേഷ്. തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ യൂത്ത് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 10 വിഭാഗത്തിൽ ചാമ്പ്യനായത് ദിവി ബിജേഷ്. വലിയ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ക്യാബിനിൽ വ്ളോഗിംഗ് വേണ്ട എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതി. വലിയ വാഹനങ്ങളുടെ ഡ്രൈവിംഗ് ക്യാബിനിൽ വ്ളോഗിംഗ് വേണ്ട എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതി. ദുബായ് എയർ ഷോയിൽ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ യുദ്ധവിമാനമാണ് തേജസ്. ദുബായ് എയർ ഷോയിൽ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ യുദ്ധവിമാനമാണ് തേജസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒറ്റ സീറ്റർ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്ററാണ് തേജസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒറ്റ സീറ്റർ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്ററാണ് തേജസ്. ആ തേജസ് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയിൽ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ നയിക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ദക്ഷിണ സംസ്ഥാന തലത്തിൽ വാട്ടർ മാനേജ്മെൻറ്റിൽ രണ്ടാമത്തെ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോയമ്പത്തൂർ. ദക്ഷിണ സംസ്ഥാന തലത്തിൽ വാട്ടർ മാനേജ്മെൻറ്റിൽ രണ്ടാമത്തെ മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കോയമ്പത്തൂർ. 2026 ICC അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിൻ്റെ ആതിഥേയരാണ് സിംബാബ്വേയും നമീബിയയും. 2026 ICC അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിൻ്റെ ആതിഥേയരാണ് സിംബാബ്വേയും നമീബിയയും. ഈ ടൂർണമെൻറ്റ് 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ സിംബാബ്വേയിലെയും നമീബിയയിലും 5 വേദികളിലായാണ് നടക്കുന്നത്. ഈ ടൂർണമെൻറ്റ് 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ സിംബാബ്വേയിലെയും നമീബിയയിലെയും 5 വേദികളിലായാണ് നടക്കുന്നത്. ഓസ്ട്രേലിയയാണ് ഈ ടൂർണമെൻറ്റിലെ നിലവിലെ ചാമ്പ്യന്മാർ. ഓസ്ട്രേലിയയാണ്. 2024 ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി അവർ തങ്ങളുടെ 4ാം കിരീടം നേടി. ഇന്ത്യയാണ് ഈ ഇവൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച ടീം. 2000, 2008, 2012, 2018, 2022 വർഷങ്ങളിലായി 5 കിരീടങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയാണ് ഈ ടൂർണമെൻറ്റിലെ നിലവിലെ ചാമ്പ്യന്മാർ. ഇന്ത്യയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യയാണ് ഇവൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ച ടീം. എത്ര തവണ? 5 കിരീടങ്ങൾ ഇന്ത്യക്കായിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 2000, 2008, 2012, 2018, 2022. അടുത്ത ചോദ്യം,
വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ബിരുദാനന്തര പഠനത്തിനും അതിലും ഉയർന്ന കോഴ്സുകൾക്കും സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ബിരുദാനന്തര പഠനത്തിനും അതിലും ഉയർന്ന കോഴ്സുകൾക്കും സഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി. ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 25 ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും. വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 25 ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 25 ലക്ഷം രൂപയും പിന്നാക്ക വിഭാഗത്തിന് 10 ലക്ഷം രൂപയുമാണ് സ്കോളർഷിപ്പ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 25 ലക്ഷം രൂപ വരെയും പിന്നാക്ക വിഭാഗത്തിന് 10 ലക്ഷം രൂപ വരെയുമാണ് സ്കോളർഷിപ്പ്. പട്ടികജാതി വികസന വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ് എന്നിവ ഒഡേപെക്കിൻ്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പട്ടികജാതി വികസന വകുപ്പ്, പട്ടികവർഗ വികസന വകുപ്പ് എന്നിവ ഒഡേപെക്കിൻ്റെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അംഗീകൃത ബിരുദത്തിന് 55% മാർക്കിൽ കുറയാത്ത വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. അംഗീകൃത ബിരുദത്തിന് 55% കുറയാത്ത വിജയമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. അപേക്ഷകർ 35 വയസ്സിൽ താഴെയായിരിക്കണം. പെൺകുട്ടികൾ, ശാരീരിക വൈകല്യമുള്ളവർ, ഏകരക്ഷിതാക്കളുള്ള കുട്ടികൾ എന്നിവർക്ക് മുൻഗണനയുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ കണ്ടീഷൻസ് ആണ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. എന്താ, 55% മാർക്കിൽ കുറയാത്ത ബിരുദത്തിൻ്റെ വിജയം ആവശ്യമാണ്. അപേക്ഷകർ 35 വയസ്സിൽ താഴെയായിരിക്കണം. അതുപോലെ ഇതിൽ മുൻഗണന ലഭിക്കുന്നത് പെൺകുട്ടികൾ, ശാരീരിക വൈകല്യമുള്ളവർ, ഏകരക്ഷിതാവുള്ള കുട്ടികൾ എന്നിവർക്കാണ്. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം നീരാളി കൂന്തലാണ് ടനിൻജിയ സൈലാസി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം നീരാളി കൂന്തലാണ് ടനിൻജിയ സൈലാസി. ടനിൻജിയ സൈലാസി. CMFRI മുൻ ഡയറക്ടറും കേരള കാർഷിക സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായിരുന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ EG സൈലാസിന് ആദരമായാണ് ഈ പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ, അതായത് CMFRIയിലെ ഗവേഷകർ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം നീരാളി കൂന്തലാണ് ടനിൻജിയ സൈലാസി. ടനിൻജിയ സൈലാസി. ഓർമ്മശക്തിക്കുള്ള ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ കേരളത്തിൻ്റെ IQ മാൻ എന്നറിയപ്പെടുന്ന കൊല്ലം കുണ്ടറ സ്വദേശിയാണ് അജി ആർ. ഓർമ്മശക്തിക്കുള്ള ഗിന്നസ് ലോക റെക്കോർഡ് നേടിയ കേരളത്തിൻ്റെ IQ മാൻ എന്നറിയപ്പെടുന്ന കൊല്ലം കുണ്ടറ സ്വദേശിയാണ് അജി ആർ. ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമാപനത്തിന് 100 വർഷം തികയുന്നത് 2025 നവംബർ 23-നാണ്. ഇന്ത്യയിലെ സുപ്രധാനമായ ഒരു സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമാപനത്തിന് 100 വർഷം തികഞ്ഞത് 2025 നവംബർ 23-നാണ്. വേൾഡ് ബോക്സിംഗ് കപ്പ് 2025 വേദി ഗ്രേറ്റർ നോയിഡ. വേൾഡ് ബോക്സിംഗ് കപ്പ് 2025 വേദിയാണ് ഗ്രേറ്റർ നോയിഡ. ഗ്രേറ്റർ നോയിഡ. 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ. 2025 വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്ക് 9 സ്വർണവും 6 വെള്ളിയും 5 വെങ്കലവും നേടാനായി. ഇന്ത്യക്ക് 9 സ്വർണവും 6 വെള്ളിയും 5 വെങ്കലവും നേടാനായി. ഈ 9 സ്വർണത്തിൽ 7 നേടിയത് വനിതാ താരങ്ങളാണ്. ഈ 9 സ്വർണത്തിൽ 7 നേടിയത് വനിതാ താരങ്ങളാണ്. ലോക ചാമ്പ്യന്മാരായ മീനാക്ഷി ഹൂഡ, ജെയ്സ്മിൻ ലാംബോഡിയ, നിഗാത് സരിൻ, പ്രീതി പവാർ, അരുന്ധതി ചൗധരി, നുപൂർ ഷോറൻ, പർവീർ ഹൂഡ എന്നിവരാണ് വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത്. ഓർത്തു വെച്ചാൽ മതി. ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കുക. പിന്നെ പുരുഷ വിഭാഗത്തിൽ സച്ചിൻ സിവാച്ചും ഹിതേഷ് ഗുലിയയുമാണ് സ്വർണം നേടിയത്. പുരുഷ വിഭാഗത്തിൽ സച്ചിൻ സിവാച്ചും ഹിതേഷ് ഗുലിയയുമാണ് സ്വർണം നേടിയത്. ജാദുമണി സിംഗ്, പവൻ ബത്വാൾ, അഭിനാഷ് ജാംവാൾ, അങ്കുഷ് പങ്കൽ, നരേന്ദർ ബർവാൾ, പൂജ റാണി എന്നിവർ വെള്ളി നേടി. ഈ 6 പേരാണ് വെള്ളി നേടിയത്.
അടുത്ത ചോദ്യം, ദേശീയ കശുവണ്ടി ദിനം നവംബർ 23. ദേശീയ കശുവണ്ടി ദിനമാണ് നവംബർ 23. നവംബർ 23 ദേശീയ കശുവണ്ടി ദിനം. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 G20 ഉച്ചകോടിയുടെ വേദിയാണ് ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിയുടെ വേദിയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ്. ദക്ഷിണാഫ്രിക്കയിൽ ആദ്യമായിട്ടാണ് ഒരു G20 ഉച്ചകോടി നടക്കുന്നത്. ഓക്കെ. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകളിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകളിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ സ്കൂള്, വിദ്യാഭ്യാസം എല്ലാം ഓർമ്മ വരണം. അപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസുകളിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഒരു മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായത് നിതിൻ കുമാർ യാദവ്. റബ്ബർ ബോർഡ് ചെയർമാനായി നിയമിതനായതാരാണ്? അത് നിതിൻ കുമാർ യാദവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയമാണ് മൂലമറ്റം പവർ ഹൗസ്, ഇടുക്കി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം ഇടുക്കിയിലെ മൂലമറ്റം പവർ ഹൗസ് ആണ്. പൂർണ്ണമായും മല തുറന്ന് അതിനകത്ത് പ്രവർത്തിക്കുന്ന പദ്ധതി ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏക നിർമ്മാണമാണ്. അപ്പോൾ മൂലമറ്റം പവർ ഹൗസ്, ഇടുക്കിയിലെ മൂലമറ്റം പവർ ഹൗസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയം. പൂർണ്ണമായും മല തുറന്ന് അതിനകത്ത് പ്രവർത്തിക്കുന്ന പദ്ധതി ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏക നിർമ്മാണമാണ്. 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രിയാണ് അൽഹാജ് നുറുദ്ദീൻ അസീസി. 2025 നവംബറിൽ ഇന്ത്യ സന്ദർശിച്ച അഫ്ഗാനിസ്ഥാൻ വാണിജ്യ വ്യവസായ മന്ത്രിയാണ് അൽഹാജ് നുറുദ്ദീൻ അസീസി. 2025 നവംബറിൽ കേന്ദ്രജ്ഞാന ഭാരതം മിഷൻ്റെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിനുള്ള അംഗീകാരം ലഭിച്ച ശേവേദി മ്യൂസിയം ഏത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ശേവേദി മ്യൂസിയം. അപ്പോൾ 2025 നവംബറിൽ കേന്ദ്രജ്ഞാന ഭാരതം മിഷൻ്റെ സ്വതന്ത്ര ഗവേഷണ സ്ഥാപനത്തിനുള്ള അംഗീകാരം ലഭിച്ച ശേവേദി മ്യൂസിയം ഏത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്? അത് കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്രയും ആലോചിച്ച് നോക്കുക. ശേവേദി മ്യൂസിയം, കുമാരനെല്ലൂർ ദേവി ക്ഷേത്രം, കോട്ടയം ജില്ല. അടുത്ത ചോദ്യം, സയ്യിദ് മുസ്താഖ് അലി ടൂർണമെൻറ്റിനുള്ള കേരള ടീം ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. സയ്യിദ് മുസ്താഖ് അലി ടൂർണമെൻറ്റിനുള്ള കേരള ടീം ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ. അന്തരിച്ചിട്ട് 80 ആണ്ട് തികഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അതായത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മരിച്ചിട്ട് 80 വർഷം കഴിയുന്നു. ഓക്കെ. 1945 നവംബർ 23 അദ്ദേഹം അന്തരിച്ചത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് 1945 നവംബർ 23 അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹം മരിച്ചിട്ട് 80 വർഷം തികഞ്ഞു. അടുത്ത ചോദ്യം, G20 ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ കനേഡിയൻ പ്രതിനിധികളുമായി നടന്ന കൂടിക്കാഴ്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സാങ്കേതിക സഹകരണ കൂട്ടായ്മയാണ് ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ സാങ്കേതിക അച്ചുതണ്ട്. G20 ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ കനേഡിയൻ പ്രതിനിധികളുമായി നടന്ന കൂടിക്കാഴ്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സാങ്കേതിക സഹകരണ കൂട്ടായ്മയാണ് ഓസ്ട്രേലിയ കാനഡ ഇന്ത്യ സാങ്കേതിക അച്ചുതണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സർവീസിൽ കയറാൻ വേണ്ടി പറ്റട്ടെ. താങ്ക്